ഹായ്, ഐ എം നീന, എസ്തെറ്റിക് കൺസൾട്ടന്റ് ഫ്രം നീൻസ് ഗ്ലോ. നമുക്ക് എൻക്വയറീസ് ഉള്ളതിൽ ഏറ്റവും കൂടുതൽ ഒരു 65% ആൾക്കാർക്കും ആക്നെ പ്രോൺ സ്കിന്നാണ്, ആക്നെ ഇഷ്യൂ ഉള്ളവരാണ്. നമുക്കൊരു ഫോട്ടോ അയച്ചു തന്നിട്ടുള്ളതാണ് ഒരു ക്ലയന്റ്. ആ ക്ലയന്റിന് ഇതുപോലുള്ള സിവിയർ ആയിട്ടുള്ള ആക്നെ ഉണ്ട്. പല കാരണങ്ങൾ കൊണ്ട് ആക്നെ ഫോം ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവർക്കൊരു കസ്റ്റമൈസേഷനിൽ കൂടിയാണ് ട്രീറ്റ്മെന്റ് സജസ്റ്റ് ചെയ്ത് കൊടുക്കാറുള്ളത്. ഫസ്റ്റ് എല്ലാവർക്കും കെമിക്കൽ പീലിനാണ് സ്റ്റാർട്ട് ചെയ്യുക. കെമിക്കൽ പീലിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ്. ക്ലെൻസിങ് കഴിഞ്ഞതിന് ശേഷം ഐസ് കോർണറിൽ, നോസ് കോർണറിൽ, ലിപ്സ് കോർണറിലെല്ലാം വേസ്ലിൻ കോട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പീലിടാൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. പീലിട്ടതിന് ശേഷം 3 to 5 minutes ആണ് നമ്മൾ അങ്ങനെ വെക്കുക. വെച്ചതിന് ശേഷം ന്യൂട്രലൈസേഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ ക്ലയന്റിനെ പറഞ്ഞു വിടുന്നത്. ഇപ്പൊ നമ്മൾ ഈ കണ്ടത് കെമിക്കൽ പീൽ പ്രൊസീജിയർ ആണ്. ലഞ്ച് ബ്രേക്ക് പ്രൊസീജിയർ എന്നും ഇതിനെ പറയാറുണ്ട്. ഈ ഒരു പ്രൊസീജിയർ കഴിഞ്ഞിട്ട് 21 days കഴിഞ്ഞതിന് ശേഷമാണ് ക്ലയന്റിന്റെ അടുത്ത് നമ്മൾ വീണ്ടും വിസിറ്റ് ചെയ്യാൻ പറയാറുണ്ട്, ഫോളോ അപ്പ് എടുക്കാൻ പറയാറുണ്ട്. അപ്പോൾ എങ്ങനെയാണോ അവരുടെ സ്കിൻ നോക്കിയതിന് ശേഷം, സ്കിൻ അനലൈസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അടുത്ത ട്രീറ്റ്മെന്റ് എന്താണ് വേണ്ടതെന്നുള്ളത് സജസ്റ്റ് ചെയ്ത് കൊടുക്കാറുള്ളത്. നിങ്ങൾ ആക്നെ ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു പ്രൊസീജിയർ ആണ്, ഒരു ട്രീറ്റ്മെന്റ് ആണ് കെമിക്കൽ പീൽ. താങ്ക് യു.